2025 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കരട് വോട്ടർ പട്ടിക 2025 ജൂലൈ 23 പ്രസിദ്ധീകരിച്ചു. വാർഡ് പുനഃക്രമീകരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച ഈ കരട് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് മുഴുവൻ വോട്ടർമാരും പരിശോധിക്കേണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തവർ ആണെങ്കിൽ കൂടിയും ചിലപ്പോൾ തദ്ദേശ സ്വയംഭരണ പട്ടികയിൽ പേര് വരണമെന്നില്ല. 2025 ഓഗസ്റ്റ് 7 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തൽ വരുത്താനും അവസരമുണ്ട്. 2025 ജനുവരി 1 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അതായത് പ്രായം കണക്കാക്കുന്നത് 2025 ജനുവരി 1 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടുള്ളവർക്ക് മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കുകയുള്ളൂ. വിവാഹം കഴിഞ്ഞു വന്നവർക്കും താമസസ്ഥലം മാറി വന്നവർക്കും ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് മാറി വന്നവർക്കും എന്തെങ്കിലും തെറ്റ് തിരുത്താനുള്ളവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ നൽകിയവർ നിശ്ചിത ദിവസം ബന്ധപ്പെട്ട രേഖകളുമായി അതത് പഞ്ചായത്തിൽ വെരിഫിക്കേഷന് ഹാജരാകേണ്ടതാണ്. അന്തിമ വോട്ടർ പട്ടിക 2025 ഓഗസ്റ്റ് 30 പ്രസിദ്ധീകരിക്കും. ഈ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ പേര് ചേർക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനു വേണ്ടിയാണ്. വോട്ടർ ID കാർഡ് ലഭിക്കുന്നതിന് ഓൺലൈനായി വേറെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേണ്ടത് പേര്, വീട്ടുപേര്, രക്ഷിതാവിൻ്റെ പേര്, പോസ്റ്റ് ഓഫീസ്, വീട്ടു നമ്പർ, ജനനത്തീയതി, മൊബൈൽ നമ്പർ, വോട്ടർ പട്ടികയിൽ പേരുള്ള കുടുംബാംഗത്തിൻ്റെയോ അയൽക്കാരൻ്റെയോ ക്രമനമ്പർ. ആ ക്രമനമ്പർ നിങ്ങൾ ഓൺലൈൻ എവിടെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരോട് പറഞ്ഞാൽ അവരെടുത്ത് തരും. പിന്നെ വേണ്ടത് ഫോട്ടോയാണ്. പിന്നെ ഹിയറിങ്ങിന് പോകുമ്പോൾ പഞ്ചായത്തിൽ ഹിയറിങ്ങിന് പോകുമ്പോൾ പേര്, ജനനത്തീയതി, അഡ്രസ്സ് ഇവ തെളിയിക്കുന്ന രേഖകൾ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലൊരു ഫോട്ടോ കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. വിവാഹം കഴിച്ച സ്ത്രീകളാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട വോട്ട് പാഴാകാതിരിക്കാൻ ഇപ്പോൾ തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൂ.